ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഓഷ്യൻ വടശ്ശേരിൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് സി ഡ്രൈവിൽ എങ്ങനെ സ്പേസ് ഉണ്ടാക്കാമെന്നാണ്. അതായത് സി ഡ്രൈവ് എങ്ങനെ ഫ്രീ അപ്പ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ സി ഡ്രൈവ് ഫ്രീ അപ്പ് ചെയ്യാം. സി ഡ്രൈവ് ഫ്രീ അപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, സി ഡ്രൈവ് ഫില്ലായാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ തന്നെ അത് ബാധിക്കും. മാത്രമല്ല, ആപ്ലിക്കേഷൻസ് ക്രാഷ് ആകാൻ തുടങ്ങും. നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഗെയിം ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് വലിയൊരു പാരയാകും. അതുകൊണ്ടാണ് നമുക്ക് സി ഡ്രൈവ് ഫ്രീ അപ്പ് ചെയ്യേണ്ടത്. സി ഡ്രൈവ് ഫ്രീ അപ്പ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. അതിനുള്ള എളുപ്പവഴികളാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഇപ്പോൾ തുടങ്ങാം. അത് നമുക്ക് ക്ലീനിങ് ചെയ്യാം. അപ്പോൾ വിൻഡോസ് കീ +R അമർത്തുക. അപ്പോൾ നമുക്ക് റൺ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. നമുക്കതിൽ, ഞാനിത് ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്, നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണ്ടി %temp TEMP ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ബട്ടൺ അമർത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കാണാൻ സാധിക്കും വലിയൊരു ലിസ്റ്റ് ഓഫ് ഫയൽസ് ആണ്. നമുക്ക് ഈ ഫയൽസ് ഒന്നും തന്നെ ആവശ്യമില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന കുറേ ഫയൽസ് ആണ്. അത് നമുക്ക് ആവശ്യമില്ലാത്തത്. അപ്പോൾ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്താൽ കുറേ അധികം സ്പേസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം. അതിനായി Ctrl+A അമർത്തി Shift+Delete ചെയ്യുക. അപ്പോൾ Shift+Delete ചെയ്യുമ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് റീസൈക്കിൾ ബിന്നിൽ പോയി empty റീസൈക്കിൾ ബിൻ ഒന്നും ചെയ്യണ്ട. അപ്പോൾ നമുക്ക് യെസ് കൊടുക്കാം. നമുക്ക് 5 GB ആണ് എനിക്ക് ഇവിടെ നിന്ന് ഫ്രീ അപ്പായി കിട്ടുന്നത്, ഈ ഒരു 10 ഫയൽസ് എനിക്ക് ക്ലിയർ ചെയ്യുന്നതോടെ. പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരും, ഫയലിന് യൂസ് ഡിലീറ്റബിൾ അല്ലാത്ത ഫയൽസൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത ക്ലീനപ്പ് ചെയ്യാം. വിൻഡോസ് കീ +R അമർത്തുക. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്നും ഇല്ലാതെ വെറുതെ ടെമ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് ഫയൽസ് വരും. ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ Ctrl+A അമർത്തി Shift+Delete ചെയ്യുക. ഫോൾഡർ ആക്സസ് ഡിനൈഡ് എന്ന് പറഞ്ഞ് നമുക്ക് വരും. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുക. നമുക്കത് പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് ഫ്രണ്ട്സ് ഡിസ്ക് ക്ലീനപ്പ് ആണ്. ഡിസ്ക് ക്ലീനപ്പ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ എക്സ്പ്ലോറർ എടുക്കുക. ദിസ് PCയിൽ പോയിട്ട് വിൻഡോസ് C എന്ന് കാണുമല്ലോ, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രോപ്പർട്ടീസിൽ പോകാം. പ്രോപ്പർട്ടീസിൽ ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറഞ്ഞ് കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഫയൽസ് കാണാൻ ഡിലീറ്റ് ചെയ്യാനുള്ളത്. മിക്കവാറും ഉള്ള ഫയൽസൊക്കെ നമുക്ക് ഡിലീറ്റബിൾ ആണ്. അതൊന്നും പ്രശ്നമൊന്നും ഇല്ല ഡിലീറ്റ് ചെയ്താൽ. പിന്നെ ചിലരുടെ കേസിൽ ഇതിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഡൗൺലോഡ്സ് തന്നെ, ഡൗൺലോഡ്സിൻ്റെ ഫോൾഡർ ഇവിടെ വരും. അത് കഴിവതും അൺചെക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ല. അൺചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അൺചെക്ക് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അൺചെക്ക് ചെയ്യുന്നതാണ് നല്ലത്. വേറൊന്നും അല്ല, നമ്മൾ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കും ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്തിട്ടിരുന്ന നമ്മളിവിടെ ക്ലീനപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഫുള്ള് ഡിലീറ്റ് ആയി പോകും. നമുക്ക് ആകെപ്പാടെ വിഷമമാകും. അപ്പോൾ നമുക്ക് ക്ലീനപ്പ് ചെയ്യാം. എന്നിട്ട് ക്ലീനപ്പ് സിസ്റ്റം ഫയൽസ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വരും കുറേ ഫയൽസ് ഡിലീറ്റ് ചെയ്യാനുള്ളത്. ഇതിലും നിങ്ങൾ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഡൗൺലോഡ്സ് നമ്മൾ ഒഴിവാക്കുന്നതാണ് കഴിവതും നല്ലത്. അപ്പോൾ ഞാൻ ഇവയെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഒന്നുകൂടെ നമുക്ക് ഡിസ്ക് ക്ലീനപ്പ് എന്നുള്ള ബട്ടണിൽ ഞെക്കാം. എന്നിട്ട് ക്ലീനപ്പ് സിസ്റ്റം ഫയൽസ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. ഇനി ചെയ്യേണ്ടത് മോർ ഓപ്ഷൻസിൽ പോയി സിസ്റ്റം റീസ്റ്റോർ ആൻഡ് ഷാഡോ കോപ്പീസ്, അതിൽ പോയിട്ട് ക്ലീനപ്പ് ചെയ്യുക. ക്ലീനപ്പിൽ ഞെക്കുക, ഡിലീറ്റ് ഞെക്കുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, കാരണം നമുക്ക് വേണ്ടാത്ത ഫയൽസാണ് ഇവയെല്ലാം. നമുക്കത് ക്ലീനപ്പ് ചെയ്യാം. നമുക്ക് വളരെയധികം സ്പേസ് ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തത് നമുക്ക് ഡൗൺലോഡ്സ് ആണ് ക്ലിയർ ചെയ്യാനുള്ളത്. നമുക്ക് എക്സ്പ്ലോററിൽ പോകാം.
അതിനുശേഷം ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഒരുപാട് ഫയൽസ് ഉണ്ട് എനിക്ക് ഡൗൺലോഡ്സിൽ, ഒരുപാട് ഫയൽസ് ഉണ്ട്. പക്ഷേ ഇതിൽ ചിലതൊക്കെ എനിക്ക് ആവശ്യമുണ്ട്, ചിലതൊന്നും എനിക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് വിടാം. ആവശ്യമുള്ളതൊക്കെ നമുക്ക് ബാക്കപ്പ് ചെയ്യാം. എങ്ങനെ ബാക്കപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങളുടെ ഏതെങ്കിലും എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്ക് ബാക്കപ്പ് ചെയ്തിടുക, അല്ലെങ്കിൽ മറ്റ് ഡിസ്കുകളിലേക്ക് ബാക്കപ്പ് ചെയ്തിടാവുന്നതാണ്. ഞാൻ തൽക്കാലം വോളിയം എച്ചിലേക്ക് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു ഫോൾഡർ ഉണ്ടാക്കി ബാക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. ഡൗൺലോഡ്സിൽ പോകുന്നു, Ctrl+A അമർത്തുന്നു, റൈറ്റ് ക്ലിക്ക്, കോപ്പി. ഞാൻ ന്യൂ വോളിയം എച്ചിൽ പോകുന്നു. ഞാൻ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ് ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കുന്നു. ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുന്നു. അതിനായി റൈറ്റ് ക്ലിക്ക് അമർത്തുക, പേസ്റ്റ് സെലക്ട് ചെയ്യുക. ഏകദേശം 6 GB മുകളിലുണ്ട്. പക്ഷേ നമ്മളത് ഡൗൺലോഡ്സ് ഫോൾഡറിൽ നിന്ന് നമ്മൾ മറ്റേതെങ്കിലും ഡ്രൈവിലോട്ട് മാറ്റിയാലുള്ള ഗുണം ഇതാണ്, നമുക്ക് സി ഡ്രൈവിൽ ഒരുപാട് സ്പേസ് ഫ്രീ അപ്പ് ചെയ്തെടുക്കുവാൻ സാധിക്കും. ഇനി ഫ്രണ്ട്സ് നമുക്ക് ചെയ്യാനുള്ളത് റീസൈക്കിൾ ബിൻ എംപ്റ്റി ആക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും, അറിയില്ലായിരിക്കും, എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളൊരു ഫയൽ ഡിലീറ്റ് ആക്കി റീസൈക്കിൾ ബിന്നിലായാൽ ആ ഫയൽ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ആയി എന്നർത്ഥമില്ല. നമ്മൾ ആ ഡിലീറ്റ് ചെയ്ത ഫയൽ തന്നെ സി ഡ്രൈവിൻ്റെയോ മറ്റേതെങ്കിലും ഡ്രൈവിൻ്റെയോ സ്പേസ് കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് റീസൈക്കിൾ ബിന്നിൽ പോവുക. റീസൈക്കിൾ ബിന്നിൽ പോകുമ്പോൾ നമുക്ക് ചില ഫയൽസ് വേണ്ടതുണ്ടായിരിക്കും, വേണ്ടാത്തതുണ്ടായിരിക്കും. അത് ഏതൊക്കെയാണെന്ന് വെച്ച് നിങ്ങൾ നോക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഫയൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫയൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഫയൽ ഓൾറെഡി റീസ്റ്റോർ ആവും. ഇനി നിങ്ങൾക്ക് ഈ ഫയൽസ് ഒന്നും തന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് അമർത്തുക, എംപ്റ്റി റീസൈക്കിൾ ബിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്കൊരു കൺഫർമേഷൻ ഡയലോഗ് ബോക്സ് വരും. നിങ്ങൾക്ക് എല്ലാ ഫയൽസും ഡിലീറ്റ് ചെയ്യാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ യെസ് അമർത്തുക. ഓക്കെ, റീസൈക്കിൾ ബിൻ ക്ലിയർ ആയി. ഇനി ഫ്രണ്ട്സ് നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഡെസ്ക്ടോപ്പ് ക്ലീനിങ് ആണ്. അപ്പോൾ ഡെസ്ക്ടോപ്പ് ക്ലീനിങ് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഡെസ്ക്ടോപ്പിൽ എന്തെങ്കിലും ഫയൽസ് ഡ്രാഗ് ചെയ്ത് കൊണ്ടിട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫയൽസ് ഡെസ്ക്ടോപ്പിൽ കിടന്നാൽ തന്നെ അത് സി ഡ്രൈവിൻ്റെ സ്പേസ് കൺസ്യൂം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും ഡെസ്ക്ടോപ്പിൽ ഒന്നും തന്നെ ഇല്ലാത്തതാണ് നല്ലത്. നമുക്ക് റീസൈക്കിൾ ബിൻ മാത്രം മതി ഡെസ്ക്ടോപ്പിൽ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇത്രയും നേരം സ്ക്രീനിലില്ലാത്ത ഫയൽസ് എവിടുന്ന് ചാടി വന്നെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഫയൽസ് ഇവിടെ ഇട്ടതാണ്. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഫയൽ വേണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് അമർത്തി ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഫയൽസ് എല്ലാം കൂടെ സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് ഏതെങ്കിലും ഡ്രൈവിൽ, നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഡ്രൈവിൽ എവിടെയെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇനി അടുത്തത് അൺഇൻസ്റ്റാളിംഗ് ആണ്. നമ്മൾ ഉപയോഗിക്കാത്ത ആപ്സ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി നമുക്ക് കുറച്ച് സ്പേസ് സി ഡ്രൈവിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സെർച്ചിൽ പോവുക, അൺഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആഡ് ഓർ റിമൂവ് പ്രോഗ്രാംസ് എന്നുള്ള ഓപ്ഷൻ കാണും, നിങ്ങളത് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചില പ്രോഗ്രാംസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പോലും ഇല്ലായിരിക്കും. നമുക്കത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ, നമ്മളത് തീരെ ഉപയോഗിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്ത് വിടുന്നതാണ് നല്ലത്. നമുക്ക് സി ഡ്രൈവിൽ സ്പേസ് അങ്ങനെയും ലാഭിക്കാം. ഞാനിപ്പോൾ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അതിനായി ഞാൻ ആ ആപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അൺഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതേപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാൻ പറ്റും. ഞാൻ ഈ കാണിച്ച സ്റ്റെപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉറപ്പായ ഒരു നല്ല റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങൾ തീർച്ചയായും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കണ്ടന്റ്സ് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.